ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്ന കഥ അത് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. വെറുതെ സങ്കല്പിച്ചാൽ പോരാ, നിങ്ങളത് അനുഭവിക്കുന്നതായി ഒന്ന് സങ്കല്പിക്കുക. നിങ്ങളൊരു ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം. അവിടെ പോയി അവിടുത്തെ ഒരു ഫുഡ് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു. ആ ഭക്ഷണം പോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ മട്ടൻ കൊണ്ടോ ഉണ്ടാക്കിയേക്കുന്നതായി നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് ഭയങ്കര രുചിയുള്ളതായി തോന്നി നിങ്ങൾ വീണ്ടും ആ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു. അതോടൊപ്പം കുറച്ച് പാഴ്സൽ മേടിച്ചുകൊണ്ട് വീട്ടുകാർക്ക് കൊടുക്കുകയും നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് പറഞ്ഞു, ഇവിടെ ഈ ഹോട്ടലിൽ ഇങ്ങനെ ഒരു ഫുഡുണ്ട്, അത് പോയി കഴിക്കുക, ഭയങ്കര ടേസ്റ്റാണ്. അവരും പോയി കഴിച്ചു, അവർക്കും അതേ അഭിപ്രായം. ഒരാഴ്ച കഴിഞ്ഞു. ന്യൂസ് പേപ്പറിൽ നിങ്ങൾ അന്ന് പോയി കഴിച്ച ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കാണുന്നത്. ന്യൂസ് ഇങ്ങനെയാണ്: ആ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ഒരാഴ്ചയ്ക്ക് മുൻപ്, അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ച സമയത്ത് ആ റെസ്റ്റോറൻറ്റിൽ ചില വിഭവങ്ങളുടെ കൂടെ മനുഷ്യമാംസം വിളമ്പിയെന്ന്. അതായത് അയാൾ ഒരു കൂട്ടം ആളുകളെ കൊന്ന് ആ കൊന്ന ആളുകളുടെ മാംസം അവിടെ ഭക്ഷണമായി വിളമ്പിയെന്ന്. ആ പറഞ്ഞ വിഭവങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളന്ന് കഴിച്ച വിഭവമുണ്ട്. നിങ്ങൾ പോലും അറിയാതെ ഒരു നരഭോജിയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഞാനിതിപ്പോൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആശ്വസിക്കും, ഇതൊരു കെട്ടുകഥയല്ലേ, പേടിക്കേണ്ട കാര്യമില്ല എന്ന്. എങ്കിൽ ഇതൊരു കെട്ടുകഥയല്ല. വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിനെ തന്നെ നടുക്കിയ ഒരു മർഡർ കേസിൻ്റെ കഥയാണിത്. പോർക്ക് ബൺ മർഡർ കേസ്. ഇന്ന് നമ്മൾ ടെലസ്കോപ്പിലൂടെ നോക്കാൻ പോകുന്നത് പോർക്ക് ബൺ മർഡർ കേസിനെ കുറിച്ചാണ്. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. ഹുവാങ് ജി ഹെങ് എന്നൊരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് തന്നെ. ചെറുപ്പം മുതലേ വളരെ ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് തന്നെ അതേ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് കാരണം പലതവണ അദ്ദേഹത്തിന് പേര് മാറ്റേണ്ടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ കാരണം ഹുവാങ് നല്ലൊരു ഗാംബ്ലറായിരുന്നു. ചൂതാട്ടം ഭയങ്കര ഇഷ്ടമുള്ള ആളും അതുപോലെ തന്നെ ചൂതാട്ടത്തിൽ വളരെ മിടുക്കനുമായിരുന്നു അയാൾ. 1973 ഹോങ്കോങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പൈസ തരേണ്ട ഒരാളുമായിട്ടുള്ളൊരു തർക്കത്തെ തുടർന്ന് ഹുവാങ് അയാളെ കുത്തിക്കൊല്ലുകയായിരുന്നു. അതേ തുടർന്ന് ഹുവാങ് ഹോങ്കോങ്ങിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. ഗ്വെങ്ഷു എന്നൊരു സ്ഥലത്തേക്കാണ് അദ്ദേഹം പലായനം ചെയ്തത്. അവിടെ അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ ലാൻഡ് ലോഡ്, അതായത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൻ്റെ ഓണറുടെ മകളുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഹുവാങ് ഹോങ്കോങ്ങിൽ നിന്ന് ഗ്വെങ്ഷുവിലോട്ട് പലായനം ചെയ്യുന്നതിന് മുൻപേ അയാളുടെ ഫിംഗർ ടിപ്പുകൾ, അതായത് വിരലുകളുടെ ഈ ടിപ്പ് ഭാഗങ്ങൾ പൊള്ളിച്ചിരുന്നു. കാരണം ഹോങ്കോങ്ങിൽ വെച്ച് അദ്ദേഹം നടത്തിയ ആ ഒരു കൊലപാതകം ഇയാളുമായി കണക്ട് ചെയ്യാതിരിക്കുവാനായിട്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഒരു എവിഡൻസ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അയാൾ എത്രത്തോളം ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരാളാണെന്ന്. എന്നിരുന്നാൽ കൂടി തൻ്റെ 50ാമത്തെ വയസ്സായപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം നയിക്കണമെന്ന വിശ്വാസത്തോടു കൂടി അയാൾ മെക്കോയിലോട്ട് പോവുകയായിരുന്നു. മെക്കോ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു, ചൈനയിലെ തന്നെ. മെക്കോയിൽ വെച്ചാണ് അദ്ദേഹം ജിങ്ലിങ് എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. ഈ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഈ വ്യക്തി ആദ്യം ഒരു സ്ട്രീറ്റ് വെൻഡറായിരുന്നു. അതായത് തെരുവുകളിൽ ഫുഡ് വിറ്റുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അവിടെ നിന്ന് 8 ഇമ്മോർട്ടൽസ് എന്ന് അത്യാവശ്യം എല്ലാവരും അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉടമയായി മാറി അദ്ദേഹം. എല്ലാവരും വരികയും ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ള ഒരു റെസ്റ്റോറൻറ്റും കൂടെയായിരുന്നു 8 ഇമ്മോർട്ടൽസ് എന്ന് പറയുന്നത്. 8 ഇമ്മോർട്ടൽസിൻ്റെ ഉടമയായ ഷിങ്ലിങ്ങിനും അദ്ദേഹത്തിൻ്റെ വൈഫിനും ചൂതാട്ടത്തിൽ വളരെ തൽപരരായിട്ടുള്ള ആളുകളായിരുന്നു. അവർക്കും ചൂതാട്ടത്തിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചൂതാട്ട കേന്ദ്രത്തിൽ വെച്ച് ഹുവാങ്ങിനെ അവർ പരിചയപ്പെടുകയും ഹുവാങ്ങിനെ അവർക്ക് ഇഷ്ടപ്പെടുകയും തങ്ങളുടെ 8 ഇമ്മോർട്ടൽസ് എന്ന റെസ്റ്റോറൻറ്റിൽ ഒരു ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു. നല്ലൊരു മുതലാളി തൊഴിലാളി ബന്ധം അവർക്കിടയിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1984 ഇവർ രണ്ടുപേരും തമ്മിലൊന്ന് ഗാംബ്ലിംഗ് നടത്താമെന്ന് അവർ തീരുമാനിച്ചു. അതായത് ചൂതാട്ടം നടത്താമെന്ന് തീരുമാനിച്ചു. പന്തയമൊക്കെ വെച്ചാണ് ചൂതാട്ടം ചെയ്തത്. സ്വാഭാവികം ചൂതാട്ടത്തിൽ ഹുവാങ് വളരെ മിടുക്കനായിരുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഷിങ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ വൈഫും ഹുവാങ്ങിൻ്റെ കൂടെ തോറ്റുകൊണ്ടിരുന്നു. അങ്ങനെ 1,80,000 പട്ടാക്കാസ്, അതായത് ഏകദേശം ഒരു $20,000 ഹുവാങ്ങിന് കൊടുക്കേണ്ട അവസ്ഥയെത്തി. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഹുവാങ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു മുതലാളി ആയതുകൊണ്ട് തന്നെ ഹുവാങ് ജിങ്ലിങ്ങിനോട് പറഞ്ഞു, ഇപ്പോൾ തരണ്ട, 1 വർഷം അവധിയെടുത്തോ, 1 വർഷത്തിനുള്ളിൽ തന്നു തീർത്താൽ മതി എന്നവർ പറഞ്ഞു. ഇതൊരു വെർബൽ എഗ്രിമെൻ്റ് ആയിരുന്നു. അതായത് എങ്ങും ഒപ്പിട്ടൊന്നും കൊടുത്തില്ല, സംസാരിച്ച് ഈ ഒരു സംഭവം ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു.
എന്നാൽ ഈ ഒരു വർഷത്തിനിടയിൽ പല ആവർത്തി ഹുവാങ് ജംഗ്ലിങ്ങിനെ ഇത് ഓർമ്മിപ്പിച്ചുവെങ്കിലും ഇതൊന്നും അവർ കൊടുക്കുക പോലും ചെയ്തില്ല. 1,80,000 പട്ടാക്കയിൽ നിന്ന് ഇദ്ദേഹം കുറച്ച് 30,000 പട്ടാക്ക വരെ എത്തിച്ചു. എന്നിട്ടും അവർ കൊടുക്കുന്നില്ല. അങ്ങനെ 1984 ഓഗസ്റ്റ് 4 ഹുവാങ് വളരെയധികം ദേഷ്യത്തോടു കൂടി ഈ ഒരു 8 ഇമ്മോർട്ടൽസ് എന്ന റെസ്റ്റോറൻറ്റ് ചവിട്ടി തുറന്ന് കയറി ചെല്ലുകയായിരുന്നു. ആ സമയത്ത് ജംഗ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ബാക്കി 8 പേരും മാത്രമേ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റ് ക്ലീൻ ആക്കുകയായിരുന്നു. അപ്പോൾ മൊത്തം 9 പേര് മാത്രമേ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ഹുവാങ് നേരെ ചെന്നിട്ട് ജംഗ്ലിങ്ങിനോട് പറഞ്ഞു, നിങ്ങളെൻ്റെ മുതലാളി ആയതുകൊണ്ട് എനിക്ക് 30,000 പട്ടാക്കയും തരണ്ട, 20,000 പട്ടാക്ക മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞു. അതായത് 1,80,000 പട്ടാക്കയിൽ നിന്ന് 20,000 പട്ടാക്കയിലേക്ക് ഇദ്ദേഹം കുറച്ച് ഓഫർ കൊടുത്തു. അത്രയും പൈസ എനിക്ക് തന്നേ പറ്റുള്ളൂ, പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു മേലും കീഴുമൊന്നും ഞാൻ നോക്കത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തു. കാരണം ദേഷ്യം കൊണ്ട് ഇയാൾ തുള്ളി നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പോഴും ജംഗ്ലിങ് പറഞ്ഞു, ഞാൻ തരത്തില്ല, എനിക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇരുന്നൊരു ബിയർ ബോട്ടിൽ എടുത്ത് പൊട്ടിച്ച് പൊട്ടിയ ബിയർ ബോട്ടിൽ ഒരു ആയുധമായി എടുത്തുകൊണ്ട് ജംഗ്ലിങ്ങിൻ്റെ ഇളയ മകൻ്റെ കഴുത്തിന് നേരെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ള 8 കുടുംബാംഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലുകൾ കെട്ടി വായ്ക്കകത്ത് മിണ്ടാതിരിക്കുവാനായി തുണിയും തിരികെ അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ തമ്മിൽ ബന്ധിച്ച് വായിൽ തുണിയും തിരികെ കയറ്റി അവരവിടെ ഇരുന്നു. ഇതിനിടയ്ക്ക് ഇളയ സഹോദരി, അതായത് ജംഗ്ലിങ് ഫാമിലിയിലെ ഇളയ മകൾ ഇറങ്ങി ഓടാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് ഈ പയ്യനെ തള്ളിയിട്ടിട്ട് ഈ കുപ്പിയോട് കൊണ്ട് ഹുവാങ് നിഷ്കരുണം ആ സ്ത്രീയുടെ ബാക്കിൽ കുത്തി അവരെ കൊല്ലുകയായിരുന്നു. ഇതേ തുടർന്ന് കുടുംബത്തിലുള്ള ബാക്കി 8 പേരെയും ഒന്നൊന്നായി ഇയാൾ കൊന്നുകളഞ്ഞു. അപ്പോൾ ഇതേ തുടർന്ന് ഇയാൾ ആലോചിച്ചത് ഇങ്ങനെയാണ്, ഈ കുടുംബത്തിൽ 8 പേര് മാത്രമല്ല, ഇനി ഒരാൾ കൂടെയുണ്ട്, ജംഗ്ലിങ്ങിൻ്റെ ഒരു സഹോദരിയുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം, അതായത് നടക്കാവുന്ന കുറച്ച് ദൂരം ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അത്രയും കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, നടക്കാവുന്ന കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ ഹുവാങ് നേരെ നടന്നുപോയി ആ ജംഗ്ലിങ്ങിൻ്റെ സഹോദരിയെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവരെയും കുത്തിക്കൊന്നു. അങ്ങനെ മൊത്തവും ഒരു ദിവസം ഇയാൾ 10 പേരെയാണ് കൊന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന ജംഗ്ലിങ്ങിൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ അയാൾ പ്രാവർത്തികമാക്കി. വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഐഡിയ. അയാൾ ഒരു ബോർഡ് എടുത്തിട്ട് 3 ദിവസത്തേക്ക് റെസ്റ്റോറൻറ്റ് അവധിയാണ് എന്നവിടെ കെട്ടിത്തൂക്കി റെസ്റ്റോറൻറ്റ് അടച്ചിട്ടു. ജംഗ്ലിങ് ഫാമിലിയെ അവസാനമായി കണ്ടത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അവിടെ എത്തിയ ട്രക്ക് ഡ്രൈവർ മാത്രമായിരുന്നു. അങ്ങനെ അടച്ചിട്ടതിന് ശേഷം ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? അടുക്കളയിലുള്ള ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് ഈ കുടുംബത്തിലുള്ള 10 പേരെയും കൊത്തിയെറിഞ്ഞ് പല കവറുകളിലാക്കി ഇയാൾ. എന്നിട്ട് ഒരു കൂട്ടം കഷണങ്ങൾ, അതായത് കഷണങ്ങളെന്നേ പറയാൻ പറ്റൂ, ആ രീതിക്ക് ഇയാൾ കൊത്തിയെറിഞ്ഞു. ഒരു കൂട്ടം ഈ ഒരു ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇയാൾ കടലിൽ കൊണ്ട് കളഞ്ഞു. അടുത്ത കൂട്ടം അവിടെ ഒരു ഡംപിങ് ഏരിയയിൽ കൊണ്ട് ഇയാൾ കളഞ്ഞു. അപ്പോൾ ബാക്കി എന്ത് ചെയ്തെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതേ തുടർന്ന് ഇയാൾ 3 ദിവസം അടച്ചിട്ടു. അപ്പോൾ 3 ദിവസങ്ങൾക്ക് ശേഷം ഇയാൾ കട തുറന്നു, ഹോട്ടൽ തുറന്നു. ഹോട്ടൽ തുറന്നപ്പോൾ അവസാനമായി കണ്ട ട്രക്ക് ഡ്രൈവർ അവിടെ എത്തി. അപ്പോൾ ആ ട്രക്ക് ഡ്രൈവർ അവിടെ എത്തിയിട്ട് ഇയാളോട് ചോദിച്ചു, എവിടെയാണ് ജംഗ്ലിങ്, എവിടെയാണ് ഫാമിലി, എവിടെയാണെന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജംഗ്ലിങ് ഫാമിലി ഒരു ട്രിപ്പിന് പോയേക്കുകയാണ്, കുറച്ച് കാലം കഴിഞ്ഞേ അവർ വരുള്ളൂ, കുറച്ചധികം കാലം കഴിഞ്ഞേ അവർ വരുള്ളൂ, അത് വേറെ റെസ്റ്റോറൻറ്റ് നോക്കി നടത്തുവാൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹുവാങ് ജംഗ്ലിങ് ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളായതുകൊണ്ട് തന്നെ ആരും അധികം സംശയിച്ചില്ല. ഈവൻ ജംഗ്ലിങ് ഫാമിലിയിലെ അകന്ന ബന്ധുക്കൾ പോലും സംശയിച്ചില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. 8 ഓഗസ്റ്റ് 1984 കടലിൽ നീന്തിക്കൊണ്ടിരുന്ന ഒരു സ്വിമ്മറിന് അവിടെ കുറച്ച് മുറിക്കപ്പെട്ട ശവശരീരങ്ങൾ കിട്ടുകയായിരുന്നു. ഇത് കണ്ട് ഭയപ്പെട്ട ആ ഒരു സ്വിമ്മർ അവിടുത്തെ പോലീസുകാരെ വിളിച്ച് പറയുകയായിരുന്നു. പോലീസുകാർ വന്ന് അവരുടെ ആദ്യത്തെ നിഗമനം എന്തെന്നാൽ ഇത് അവിടെ വന്ന ഏതോ ടൂറിസ്റ്റുകളെ ഷാർക്ക് അറ്റാക്ക് നടത്തിയപ്പോൾ ഉണ്ടായ അവശിഷ്ടങ്ങളായിരിക്കും എന്നായിരുന്നു അവരുടെ ആദ്യ നിഗമനം. എന്നാൽ ഫോറൻസിക്കുകാരുടെ കണ്ണിൽപ്പെട്ട ഒരു കാര്യമുണ്ട്. ഷാർക്ക് കടിച്ച് കീറിയതാണെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള വൂണ്ടായിരിക്കുമല്ലോ, വലിച്ചു കീറിയ പാട് കാണണ്ടേ. ഇത് എന്തോ ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റ് കൊണ്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഇറച്ചി വെട്ടാൻ അറിയാവുന്ന ഒരാൾ വെട്ടിയതുപോലെ നല്ല പ്രിസൈസ് കട്ടിംഗ് ആണ് ഓരോ പീസുകൾക്കും. അങ്ങനെ ഇവർക്ക് സംശയം തുടങ്ങി. അങ്ങനെ പോലീസ് ആക്റ്റീവായിട്ട് സെർച്ചിങ് തുടങ്ങി. അപ്പോഴൊക്കെ ഹുവാങ് വളരെ സക്സസ്ഫുള്ളായിട്ട് അവിടെ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആളുകളിൽ സംശയമുണ്ടാക്കി. ഹുവാങ് ജംഗ്ലിങ് ഫാമിലി എവിടെ? ഹുവാങ് മാത്രമാണ് റെസ്റ്റോറൻറ്റിലുള്ളത്. പക്ഷേ ആളുകൾ അത് ചോദിച്ചുവെങ്കിൽ പോലും
ഷെങ്ലിങ്ങിൻ്റെ കയ്യിൽ എവിഡൻസുകൾ പലതായിരുന്നു. ഒന്നാമത്തെ എവിഡൻസ് എന്ന് പറയുമ്പോൾ ഹുവാങ്ങിൻ്റെ കയ്യിൽ ഈ ഒരു 80 മോഡൽസ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണർഷിപ്പ് പത്രിക ഉണ്ടായിരുന്നു. അതിൽ ഹുവാങ്ങിൻ്റെ പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഷെങ്ലിങ് ഫാമിലിക്ക് വളരെ സംശയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ഈ ഒരു ഫാമിലിയുടെ കൂടെ ഹുവാങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആരും ഹുവാങ്ങിനെ സംശയിച്ചില്ല. എന്നാൽ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഷെങ്ലിങ് ഫാമിലിയെ കാണാതെ ആയപ്പോൾ, ഏകദേശം 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷെങ്ലിങ് ഫാമിലിയെ കാണാതെ ആയപ്പോൾ പോലീസിന് സംശയം കൂടി. അങ്ങനെ ഹുവാങ്ങിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അപ്പോഴെല്ലാം ഹുവാങ് വളരെ കൂൾ മൈൻഡഡ് ആയിട്ടായിരുന്നു മറുപടികൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അയാളെ വിട്ടയച്ചു. എന്നാൽ ബാങ്ക് ലോക്കറും മറ്റു ലോക്കറുകളും തുറന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ പോലീസുകാരുടെ സംശയങ്ങൾ അവർ ഏകദേശം ഉറപ്പിക്കുകയായിരുന്നു. കാരണം ഷെങ്ലിങ്ങിൻ്റെ ഡോക്യുമെൻറ്റുകൾ, ഷെങ്ലിങ്ങിൻ്റെ ഇളയ മകൻ്റെ കോളേജ് ID കാർഡ്, ഇതെല്ലാം ഹുവാങ്ങിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തു. ഇവർ ഉറപ്പിച്ചു ഹുവാങ് ആണ് കൊലപാതകം നടത്തിയത് എന്ന്. അങ്ങനെ 1986 ഹുവാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ ഹുവാങ് ഒന്ന് ഇവിടെ നിന്നും പലായന വിദഗ്ധനാണല്ലോ, 3 തവണ പലായനം ചെയ്ത ആളാണ്. അപ്പോൾ വീണ്ടും പലായനം ചെയ്യാൻ നോക്കി. എന്നിരുന്നാൽ പോലും ചൈനീസ് പോലീസിൻ്റെ മിടുക്കുകൊണ്ട് ഇയാളെ പിടിക്കുകയായിരുന്നു. അങ്ങനെ പിടിച്ച് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും ഇയാൾ വേറെ നിവർത്തിയില്ല, സത്യം പറഞ്ഞേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. ഇയാൾ പതുക്കെ സത്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആദ്യം ഇയാൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കുറച്ച് ശവശരീരം ഞാൻ കടലിൽ കൊണ്ട് കളഞ്ഞു, ബാക്കി ഞാൻ വേറെ പലയിടത്ത് കൊണ്ട് കളഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അത്ര പേരെയും കൊന്നു, 10 പേരെയും ഇയാൾ കൊന്നു, ഇയാളൊന്ന് ഉറപ്പിച്ചു. അങ്ങനെ 1986 സെപ്റ്റംബർ മാസം ഹുവാങ്ങിനെ തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഒരു കുടുംബത്തെ മുഴുവനും കൊന്നു. അതായത് ഒരു കുടുംബത്തിലെ 9 പേരെയും കൊന്നു. ആ കുടുംബവുമായിട്ട് ബന്ധമുള്ള മറ്റൊരാളെ അയാളുടെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊന്നു. എന്നിട്ട് ആ ഒരു രക്തക്കളത്തിൻ്റെ നടുക്കിരുന്നു കൊണ്ട് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സമയത്തിൽ ആ 10 പേരെയും കൊത്തിയെരിഞ്ഞ് കഷ്ണങ്ങളാക്കി കടലിൽ കളഞ്ഞു ഇയാൾ. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ തന്നെ അവിടുത്തെ തടവ് പുള്ളികൾ, അതായത് ആ ജയിലിലുണ്ടായിരുന്ന ബാക്കി പ്രിസണേഴ്സ് പല തവണയാണ് ഹുവാങ്ങിനെ ആക്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, ഹുവാങ് ഡംപ് ചെയ്ത ഈ കഷ്ണങ്ങളെല്ലാം കൂടെ, അതായത് ഇതുവരെ കിട്ടിയിട്ടുള്ള കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും അത് 10 പേരുടെ ശവശരീരങ്ങൾക്ക് തുല്യമായിട്ടുള്ള കഷ്ണങ്ങളല്ല. ബാക്കി എവിടെ? ആ സമയങ്ങളിലാണ് ചൈനയിൽ ആ ഒരു സംസാരമുണ്ടായത്. ആ കാലഘട്ടത്തിൽ, അതായത് ഈ മരിച്ചിട്ട് ഈ ഹുവാങ് ഈ റെസ്റ്റോറൻറ്റ് നടത്തിയ കാലഘട്ടങ്ങളിൽ അവിടുത്തെ പോർക്ക് ബൺ എന്ന വിഭവത്തിന് വളരെ രുചിയായിരുന്നു. ഒരുപാട് ആളുകൾക്കിടയിൽ സംസാരിച്ചു വരുന്നൊരു വിഷയമുണ്ട്. മത്സ്യത്തിൻ്റെ മാംസത്തെക്കാട്ടിയും അതുപോലെ തന്നെ പോർക്കിൻ്റെ മാംസത്തെക്കാട്ടിയും രുചിയുള്ള മാംസം മനുഷ്യമാംസമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതവിടുത്തെ ആളുകൾ തമ്മിൽ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവിടുത്തെ പോർക്ക് ബൺ എന്ന വിഭവത്തിന് നല്ല രുചി കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ, അതായത് ആ പോർക്ക് കഷ്ണങ്ങൾക്ക് രുചി കൂടുതലായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ ഏറെക്കുറെ ഉറപ്പിക്കുകയായിരുന്നു ഹുവാങ് തെളിവുകൾ നശിപ്പിക്കുവാനായിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ, അതായത് ആ കുടുംബത്തിലെ ബാക്കിയുള്ള ബന്ധുക്കളുടെ കഷ്ണങ്ങൾ ഈ പോർക്ക് ബൺ എന്ന വിഭവത്തിനുള്ളിൽ വെച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുത്ത് അവരറിയാതെ അവരെ നരഭോജികളാക്കി മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതിനുള്ള എവിഡൻസുകൾ ആർക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റ് ദ ഫസ്റ്റ് പോയിൻ്റ് എവിഡൻസ് നശിപ്പിക്കാനായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്തത്. എന്നിരുന്നാൽ കൂടി അതിപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അങ്ങനെ 1986 ഡിസംബർ മാസം ഹുവാങ് 2 തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. 2ാമത്തെ തവണ ഹുവാങ് മരിക്കുകയായിരുന്നു. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഈ മനുഷ്യൻ അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൂയിസൈഡ് നോട്ടിൽ ഉണ്ടായിരുന്നത് പശ്ചാത്താപമല്ലായിരുന്നു, മറിച്ച് അഹങ്കാരമായിരുന്നു. അയാൾ പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു: അയാൾ സൂയിസൈഡ് ചെയ്യുന്ന കാരണം എന്തെന്നാൽ അത് 10 പേരടങ്ങുന്ന ഷെങ്ലിങ് ഫാമിലിയിലെ ആളുകളെ കൊന്നതിൻ്റെ പശ്ചാത്താപം കൊണ്ടല്ല അയാൾ മരിക്കുന്നത്, പകരം അയാളുടെ ആസ്മയുടെ പ്രോബ്ലം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ മരിക്കുന്നതാണെന്ന്. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ആസ്മയുടെ പ്രോബ്ലമുള്ള ഒരാൾ 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമയത്തിനുള്ളിൽ വെച്ച് 10 ആളുകളെ കൊത്തിയെറിയാൻ അയാളെ കൊണ്ട് സാധിക്കുമോ? എനിക്ക് ചെറുപ്പത്തിൽ ആസ്മ ഉണ്ടായിരുന്നതായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഓടിയാൽ ഞാൻ കഥയ്ക്ക് വരുന്നു. അപ്പോഴാണ് ഈ ഇറച്ചി വെട്ടുന്ന കണക്ക് 10 പേരെ വെട്ടിക്കൂട്ടുക എന്ന് പറയുന്നത്. അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് അറിയിക്കുക.
ഒരു കുടുംബത്തിലെ 10ഓളം ആളുകളെ വകവരുത്തി എവിഡൻസ് നശിപ്പിക്കുവാനായിട്ട് ആ ശവശരീരങ്ങൾ കുത്തിയെരിഞ്ഞ് ആ മാംസം കൊണ്ട് പോർക്ക് ബൻ എന്നൊരു വിഭവമുണ്ടാക്കി ഒരു സമൂഹത്തിലെ ആളുകൾക്ക് തന്നെ വിളമ്പിക്കൊണ്ട് അവരറിയാതെ അവരെ കാനിബലുകളാക്കി മാറ്റി, അതായത് നരഭോജികളാക്കി മാറ്റിയത് കൊണ്ട് തന്നെ എന്ന് പറയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മർഡർ കേസിനെ വിളിക്കുന്നത് പോർക്ക് ബൻ മർഡർ കേസ് എന്നാണ്. ഈ ഒരു മർഡർ കേസിൻ്റെ ടൈറ്റിൽ മുതൽ ഉള്ളടക്കം വരെ കാനിബൽ, അതായത് നരഭോജികൾ എന്നൊരു കൺസെപ്റ്റ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ലോക സിനിമയ്ക്ക് മുന്നിൽ നരഭോജികൾ എന്നൊരു കൺസെപ്റ്റിനെ മറ്റൊരു രീതിയിൽ കാണിച്ചുകൊണ്ട് ഒരു ത്രില്ലർ ഫിലിമുകളും പുസ്തകങ്ങളും ഇറക്കിയ ഹാനിബൽ ലെക്റ്റർ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയാതിരുന്നാൽ അത് ഞാൻ ആ ഒരു കഥാപാത്രത്തിനോട് ചെയ്യുന്ന നീതികേടായിരിക്കും. ഹാനിബൽ ലെക്റ്റർ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. പുള്ളിക്കാരൻ ഒരു സർജനാണ്. കുറേ കാലത്തെ തൻ്റെ സർജറി ജീവിതത്തിൽ മടുപ്പ് സംഭവിച്ചുകൊണ്ട് അദ്ദേഹം സർജറി ഉപേക്ഷിച്ചുകൊണ്ട് സൈക്യാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്തൊരു സൈക്യാട്രിസ്റ്റായി. ഹാനിബൽ ലെക്റ്ററിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു മികച്ച കുക്കാണ്. അദ്ദേഹം കുക്ക് ചെയ്യുന്നത് കാണുവാനായിട്ടും അദ്ദേഹം കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിക്കുവാനായിട്ടും ആളുകൾ വരുമായിരുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം സ്വയം ഉണ്ടാക്കി കഴിക്കുന്നതും അതുപോലെ തന്നെ ഈ ഭക്ഷണം ബാക്കിയുള്ളവർക്ക് വിളമ്പുന്നതും ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇദ്ദേഹം സൈക്യാട്രി തന്നെ തിരഞ്ഞെടുത്തത്? ഒരു സൈക്യാട്രിസ്റ്റിന് ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് ആളുകളുമായിട്ട് പരിചയപ്പെടാൻ പറ്റും. എന്തിനാണ് അത്രയും പരിചയവും കൂട്ടും ഇദ്ദേഹത്തിന്? കാരണം ഇദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം മനുഷ്യമാംസമാണ്. പല റെസിപ്പികളുണ്ടാക്കി മനുഷ്യമാംസം അദ്ദേഹം സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയും ഇടയ്ക്കിടെ ബാക്കിയുള്ളവർക്ക് ഇദ്ദേഹം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എ കൈൻഡ് ഓഫ് സൈക്കോട്ടിക് എക്സൈറ്റ്മെൻറ്റ്. ഹാനിബൽ ലെക്റ്ററിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ എക്കാലത്തെയും ത്രില്ലർ ക്ലാസിക്കുകളാണ്. സിനിമകളുടെ പേര് ഇപ്രകാരമാണ്, താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കാരണം ഇത് അഭിനയിച്ചിരിക്കുന്നത് ആന്റണി ഹോപ്കിൻസ് എന്ന 2 തവണ ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ള വളരെ നല്ലൊരു നടനാണ്. ഈ സിനിമയുടെ പേരുകളെന്ന് പറയുമ്പോൾ ഒന്ന് സൈലൻസ് ഓഫ് ദ ലാംബ്, മറ്റൊന്ന് റെഡ് ഡ്രാഗൺ, ഹാനിബൽ റൈസിങ്. ഇതാണ് ആ 4 സിനിമകളുടെ പേര്. ഒരു സീരീസ് ഉണ്ട്, 3 സീസണോളം നീണ്ടു നിൽക്കുന്നൊരു സീരീസ് ഉണ്ട്. ആ സീരീസിൻ്റെ പേര് ഹാനിബൽ എന്നാണ്. വളരെ സംഭവബഹുലമായിട്ടുള്ള സീരീസാണ്. അപ്പോൾ ഈ സീരീസും സിനിമയും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാനിബൽ അവരൊരു പക്ഷേ നമുക്കറിയാവുന്ന ആളുകൾ വരെ ആയിരിക്കാം. അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പ്രോട്ടോക്കോളുമില്ല. അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും ഇതൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാനും പറ്റത്തില്ല. ഒരാൾ കാനിബിളാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ കിച്ചണിൽ പോയി നോക്കിയാലേ മനസ്സിലാകുള്ളൂ. എന്നാൽ കിച്ചണിൽ പോയി നോക്കിയാൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. അതുവഴി എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഉപകാരം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും കൂട്ടുക എന്നുള്ളത്. അടുത്ത വീഡിയോ ഹലോ, ഷാരണോ? ഇല്ലല്ല. 4 ദിവസം മുമ്പ് ലൈബ്രറിയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടായിരുന്നു. അതിനുശേഷം അവളെ വീട്ടിലേക്കും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. മിസ്സിങ്ങോ? എനിക്ക് എന്തെങ്കിലും വിവരം കിട്ടാൻ ഞാൻ നിന്നെ അറിയിക്കും. അതുപോലെ നിനക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നീ എന്നെ അറിയിക്കണം കേട്ടോ.